ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധത്വത്തിന്റെ തിരുനാളിന്റെ എല്ലാ മംഗളാശംസകളും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. ഈ തിരുനാൾ ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ദിവസം കൂടിയാണ്. ഞാൻ എൻ്റെ സന്യാസ ജീവിതത്തിന്റെ ആരംഭത്തിന്റെ ഫോർമേഷൻ കാലഘട്ടത്തിൽ ഈ തിരുനാള് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചതാണ്. പിതാപുത്ര പരിശുദ്ധാത്മ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. തൃത്വത്തിൽ വസിക്കാനുള്ളൊരു വിളി കർത്താവ് നമുക്ക് നൽകുകയാണ്. പിതാവിന്റെ വലിയ പരിപാലനയും സ്നേഹവും കരുണയും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിറയുന്ന ഒരു ജീവിതം ഇന്ന് സാധിക്കുന്നിടത്തോളം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയെന്ന് നമുക്ക് ആവർത്തിച്ച് പറയാൻ പറ്റട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നൊരു വചനമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. തൃത്വം ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവകൽപ്പനകൾ പാലിക്കുന്ന ഒരു വ്യക്തിയിൽ തൃത്വൈക ദൈവം വസിക്കുന്നുവെന്ന് ഈശോയുടെ വചനം പറയുകയാണ്. ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഈശോയുടെ പരിശുദ്ധമായ സ്നേഹത്തിൽ, പിതാവിന്റെ വലിയ സ്നേഹത്തിൽ, കൂട്ടായ്മയിൽ, പരിശുദ്ധാത്മ ദൈവത്തിന്റെ വലിയ കൃപയുടെ സഹവാസത്തിൽ നമുക്കായിരിക്കാൻ പറ്റട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എല്ലാ മക്കളും തൃത്വത്തിൽ ഒന്നാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നില്, എന്റെ ചുറ്റുപാടുകളില്, എന്നെ കണ്ടുമുട്ടുന്നവരിലെല്ലാം തൃത്വൈക ദൈവത്തിന്റെ സഹവാസത്തിന്റെ കൂട്ടായ്മ ഉണ്ടാവട്ടെ, ഐക്യത്തിന്റെ കൂട്ടായ്മ ഉണ്ടാവട്ടെ, കുടുംബങ്ങളിൽ സമാധാനത്തിന്റെ, തൃത്വൈക ദൈവത്തിന്റെ ഐക്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.